ഓരോ ഫിഫ ലോകകപ്പ് വരുമ്പോഴും ആവർത്തിച്ച് കേൾക്കാറുള്ള ഒരു കഥയുണ്ട്. വെറും കഥയല്ല, ഒരു നുണക്കഥ. 1950 ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത കിട്ടിയിട്ടും ബൂട്ട്സ് ഇല്ലാത്തത് കൊണ്ട് ഇന്ത്യൻ ടീം കളിക്കാൻ പോയില്ലെന്ന കഥ. ബൂട്ട് വാങ്ങാൻ പണമില്ലാഞ്ഞിട്ടാണെന്നും അതല്ല ബൂട്ടിട്ട് കളിച്ച് ശീലമില്ലാഞ്ഞിട്ടാണെന്നും ഒക്കെ കഥയ്ക്ക് വകഭേദങ്ങളുണ്ട്. എന്തായാലും അതൊരു വെറും കഥ തന്നെ. പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടായതാണ് കേരളം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ആധികാരികതയൊന്നുമില്ലാത്ത ഒരു മിത്ത്. ഏറ്റവും ഒടുവിൽ ജയ്ദീപ് ബസുവിന്റെ 75 ഇയേഴ്സ് ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ ടീം എന്ന പുസ്തകത്തിൽ വരെ ഈ കഥയുടെ അടിസ്ഥാനമില്ലായ്മ തുറന്നു കാണിക്കുന്നുണ്ട്. അങ്ങനെ രാജ്യത്തെ ഫുട്ബോൾ ചരിത്രം സമാഹരിച്ച നിരവധി പേർ നിരാകരിച്ചിട്ടും 4 വർഷം കൂടുമ്പോൾ ഈ കഥ ആവർത്തിക്കാറുണ്ട്, പ്രചാരത്തിന് ഒരു കുറവുമില്ലാതെ. ഇപ്പോഴിതാ വീണ്ടും ഒരു ലോകകപ്പ് കാലം, വീണ്ടും അതേ കഥ. ഇനി അതിലെ യാഥാർത്ഥ്യം എന്താണെന്ന് ഒന്ന് നോക്കാം. 1950 ലോകകപ്പ് യോഗ്യതാ റൗണ്ട് മത്സരങ്ങൾക്ക് ലിസ്റ്റ് ചെയ്തിരുന്ന 34 ടീമുകളിൽ ഒന്നായിരുന്നു ഇന്ത്യ. അതൊരു സത്യമാണ്. എന്നാൽ ഒരു ടീമിനെയും കളിച്ച് തോൽപ്പിച്ചായിരുന്നില്ല ഇന്ത്യ അന്ന് യോഗ്യതാ റൗണ്ട് മറികടന്നത്. ബർമ്മ, അതായത് ഇന്നത്തെ മ്യാൻമാർ, പിന്നെ ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങൾ യോഗ്യതാ റൗണ്ടിൽ നിന്ന് പിന്മാറിയതിനാൽ ഇന്ത്യക്ക് ഓട്ടോമാറ്റിക് ക്വാളിഫിക്കേഷൻ കിട്ടുകയായിരുന്നു. അല്ലാതെ ഇന്ത്യ ആ ലോകകപ്പിന് വേണ്ടി ഒരു യോഗ്യതാ മത്സരം പോലും കളിച്ചിട്ടില്ല. 16 ടീമുകളെ പങ്കെടുപ്പിച്ച് ലോകകപ്പ് നടത്തുക എന്നതായിരുന്നു ഫിഫയുടെ ലക്ഷ്യം. പക്ഷേ ഇന്ത്യയും സ്കോട്ട്ലൻഡും തുർക്കിയും പിന്മാറിയത് കാരണം 13 ടീമുകൾ മാത്രമാണ് അക്കൊല്ലം ബ്രസീലിൽ നടന്ന ലോകകപ്പിൽ പങ്കെടുത്തത്. ഫൈനൽ മത്സരം ഇല്ലാതെ പൂർത്തിയായ ചരിത്രത്തിലെ ഏക ലോകകപ്പും അതായിരുന്നു. യോഗ്യത നേടിയിട്ടും ഇന്ത്യ ബ്രസീലിലേക്ക് ടീമിനെ അയക്കാതിരുന്നതിന് വസ്തുതാപരമായി രേഖപ്പെടുത്തിയിട്ടുള്ള കാരണങ്ങൾ 3 ആണ്. അത്ര ദൂരം യാത്ര ചെയ്യാനുള്ള ഭീമമായ ചെലവ് തന്നെയായിരുന്നു ആദ്യത്തെ കാരണം. ടീം സെലക്ഷനെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രണ്ടാമത്തേത്. പരിശീലനത്തിന് മതിയായ സമയമില്ലാത്തതായിരുന്നു മൂന്നാമത്തെ കാരണം. ഇതിനൊക്കെ അപ്പുറത്ത് ഫുട്ബോൾ ലോകകപ്പിൽ പങ്കെടുക്കുക എന്നത് അന്നത്തെ കാലത്ത് ഒരു മഹാകാര്യമായിരുന്നതേയില്ല എന്നതാണ് സത്യം. പ്രത്യേകിച്ച് ലോകത്തിന്റെ ഈ കിഴക്കേ കോണിൽ കിടക്കുന്ന ഇന്ത്യക്ക്. 2 വർഷം കഴിഞ്ഞ് നടക്കാനിരുന്ന ഒളിമ്പിക്സിനാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അന്ന് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. ഫിൻലൻഡിൽ നടന്ന ആ ഒളിമ്പിക്സിലെ ഫുട്ബോൾ വിഭാഗം പ്രാഥമിക റൗണ്ടിൽ യൂഗോസ്ലോവിയയുടെ 1-10 ഗോളിന് തോറ്റ് ഇന്ത്യ പുറത്തായത് മറ്റൊരു ചരിത്ര യാഥാർത്ഥ്യം. അതുപോട്ടെ, ലോകകപ്പിലേക്ക് തിരിച്ചു വരാം. ആദ്യം സാമ്പത്തിക പരാധീനത അറിയിച്ച ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന് ബ്രസീൽ ഫെഡറേഷൻ ധനസഹായം വരെ വാഗ്ദാനം ചെയ്തിരുന്നു. AIFFന്റെ സംസ്ഥാന ഘടകങ്ങളും സഹായം കൊടുക്കാമെന്നേറ്റു. അങ്ങനെ 1950 മെയ് 16 ഇന്ത്യ ലോകകപ്പ് ടീം പ്രഖ്യാപിക്കുക വരെ ചെയ്തതാണ്. ജൂൺ 28 ആദ്യ മത്സരം കളിക്കേണ്ടിയിരുന്നത്. പക്ഷേ ടീം പ്രഖ്യാപനത്തിന് ശേഷം എന്തു സംഭവിച്ചു എന്നത് ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതയായി തുടരുകയാണ്. അഥവാ അതൊരു മിസ്സിംഗ് ഫയലാണ്. ലോകകപ്പ് കളിക്കേണ്ടതിന്റെ പ്രാധാന്യം ഫെഡറേഷൻ മനസ്സിലാക്കാതിരുന്നതാണ് 1950 ബഹിഷ്കരണത്തിനു കാരണമായി അന്നത്തെ ക്യാപ്റ്റൻ ശൈലേൻ മന്ന സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. ലോകകപ്പിന്റെ പ്രാധാന്യം കളിക്കാരും തിരിച്ചറിഞ്ഞിരുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒളിമ്പിക്സ് ആയിരുന്നു എല്ലാം, അതിലും വലുതായി ഒന്നും ഉണ്ടായിരുന്നില്ല. സ്പോർട്സ് ഇല്ലസ്ട്രേറ്റഡിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ കളിക്കാർക്ക് ബൂട്ടില്ലായിരുന്നുവെന്നും ബൂട്ടിട്ട് കളിച്ച് ശീലമില്ലായിരുന്നു എന്നൊക്കെയുള്ള വാദങ്ങൾ ഇതേ അഭിമുഖത്തിൽ ശൈലേൻ മന്ന നിരാകരിക്കുന്നുണ്ട്. മഴയത്ത് കളിക്കേണ്ടി വരുമ്പോൾ ബൂട്ട് ധരിച്ചിരുന്നു. നനഞ്ഞു കിടക്കുന്ന മൈതാനത്ത് നഗ്നപാതരായി കളിച്ചാൽ ബാലൻസ് കിട്ടില്ല. ബൂട്ടില്ലാതെ കളിച്ചു തുടങ്ങിയ മത്സരം 2ാം പകുതിയിൽ ബൂട്ടിട്ട് കളിച്ച് തീർത്ത അവസരങ്ങളുമുണ്ട്. ബൂട്ട് കഥയുടെ മുനയൊടിക്കാൻ മന്നയുടെ ഈ സാക്ഷ്യം മാത്രം മതി. പക്ഷേ 76 വർഷത്തിനിപ്പുറം US ലോകകപ്പിന് പന്തിരുളുമ്പോഴും നമ്മൾ ആ പഴയ കള്ളക്കഥ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ISL പോലെ അപാര സാധ്യതയുള്ള ഒരു ഫുട്ബോൾ ലീഗ് പോലും നേരെ ചൊവ്വേ നടത്താൻ കഴിവില്ലാത്ത ഇന്നത്തെ ഇന്ത്യൻ ഫുട്ബോൾ അധികൃതരുടെ പൂർവികർ കാര്യപ്രാപ്തിയില്ലായ്മയുടെ ഈ പഴങ്കഥ അർഹിക്കുന്നുണ്ട്. ഓർത്തിരിക്കാൻ ഒരു ലോകകപ്പ് ചരിത്രം ഇന്ത്യക്ക് നിഷേധിക്കപ്പെട്ടത് കളിക്കാരിൽ വിശ്വാസമില്ലാത്ത ഒരു ഫുട്ബോൾ ഫെഡറേഷന്റെ അജ്ഞതയും ദീർഘവീക്ഷണമില്ലായ്മയും കാരണമാണെന്ന് കരുതുന്നതിൽ തെറ്റില്ല. ഒരുപക്ഷെ ഫെഡറേഷന്റെ കെടുകാര്യസ്ഥത മറച്ചുവെക്കാൻ അന്നത്തെ അധികൃതർ തന്നെയാവാം എളുപ്പത്തിൽ വിശ്വസിക്കാവുന്ന തരത്തിൽ ഇങ്ങനെയൊരു ബൂട്ട് കഥ പടച്ചുവിട്ടത്. അക്കാലത്തെ രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക സാഹചര്യം അനുസരിച്ച് ആ കഥ ഇന്ത്യൻ ഫുട്ബോളിൽ മായ്ക്കാനാവാത്തൊരു മിത്തായി മാറുകയും ചെയ്തു. യാഥാർത്ഥ്യം എന്തുതന്നെയായാലും ഇന്ത്യ എന്നെങ്കിലും ഒരിക്കൽ ലോകകപ്പ് കളിക്കുന്നത് വരെ ആവർത്തിച്ചുകൊണ്ടിരിക്കും ആ കഥ. അത്രയും കാലം ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ ശേഷിക്കുകയും ചെയ്യും ബൂട്ടിടാതെ ഒരു ഷൂ ബൈറ്റ്.